ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന ഒരു കൈയിലും വിശുദ്ധ ഖുർആൻ ഒരു കൈയിലും പിടിച്ച് ലക്ഷക്കണക്കായ അനുയായി വൃന്ദത്തെ ഒരു ചൂണ്ടുവിരൽ കൊണ്ട് നിയന്ത്രിക്കുന്ന ഖമറുൽ ഉലമാ കാന്തപുരം ഉസ്താദിന്റെ ശരീരത്തിൽ തൊടാൻ ഈ രാജ്യത്ത് എസ്കക്കാരൻ നേർച്ചയാക്കിയ നേർച്ചക്കടം കൊടുത്തുവിട്ടാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നതല്ല. നോക്കിങ്ങള് കുത്താൻ പറ്റിയൊരു പുറം ഞാൻ കാട്ടിത്തരാ. പിരിച്ചണത് ഇടവണ്ണത്തെ പിരിവൊന്ന് കാട്ടിക്കൊടുക്ക്. നിങ്ങൾക്കൊരു വലിയ തൗഫീഖ് ഉണ്ടാകാൻ പോവാണ്. ഒരു ആലിമിന്റെ കയ്യെ പിടിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകാൻ പോവാണ്. നമ്മുടെ ഉമ്മത്തിലെ ഏറ്റവും മഹാനായ ഒന്നരായ ശൈഖുനക്ക് വിഷമമാണെങ്കിൽ പോലും എല്ലാവരും എണീറ്റിട്ട് വലിയ പൈസ പൊന്തൂല. ആ സാധുവിനെ പറ്റിച്ചാണ് ഇയാൾ ഉറുപ്പി അവിടെ കൊടുക്കൂല. എന്നിട്ട് അസർപ്പേ കൊടുക്കാറുണ്ട് കണ്ട് ഇയാൾ നൊലോളിച്ചാണ് വേറൊരു മൂലര് വന്ന് പിരിച്ചാണ്. എല്ലാരും അവസരം എല്ലാരും മുതലെടുക്ക. വേഗം ബുദ്ധിമുട്ടാക്കാരെ കൊടുക്കും. വലിയ പൈസ അതാർക്കും കഴിച്ചൂലല്ലേ? നിങ്ങൾക്ക് കിട്ടിയാലും പറ്റൂലേ? വലിയ പൈസ കൊടുക്കും. എല്ലാരും അവസരം എല്ലാരും മുതലെടുക്ക. വേഗം ബുദ്ധിമുട്ടാക്കാരെ കൊടുക്കും. അയാള് കീസിക്ക് ഇങ്ങനെ പോകുള്ളൂ. അത് കൈക്കോട്ടിന്റെ മടം പോലെയാ, ഇങ്ങോട്ടേ വലിച്ചുള്ളൂ. അത് അറബിന്റെ വലിപ്പായാലും ശരി. അങ്ങോട്ട് കൊടുത്ത് ജീലല്ല. AP ഉസ്താദ് ഒരു വൈക്ക് വാങ്ങും, മറ്റേ വൈക്ക് കൊടുക്കും. അതിന് അവിടേക്ക് കുഫോ താരിയപ്പ ഞമ്മള് പകരം പറയും. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവലിപ്പോ AP ഉസ്താദിനെ പള്ളർച്ച് പറഞ്ഞു പോയി. ഞമ്മളിപ്പോ അതിനാരെയാ പകരം പേരുക? അപ്പുറത്തെ 400 എണ്ണത്തിനെ വെച്ചാലും ഇതിന് പകരാകുമോ ഈ മുത്തിന്? നിങ്ങളൊന്ന് പറഞ്ഞാണ്. അതുകൊണ്ട് നമ്മൾ ആ ശൈലി സ്വീകരിക്കാത്ത. ഇതിനെ തെറി പറഞ്ഞതിന് പകരം അവിടെ തെറി പറയാൻ ഒന്നില്ല. അങ്ങനെ തെറി മറുപടി ആകുമെങ്കിൽ ഇനി ഞാൻ ചോദിക്കട്ടെ, എസ്കക്കാരാ, അന്ന് നിങ്ങൾ ഇടവണ്ണ വീമ്പളക്കിനല്ലോ, നിങ്ങൾ ഇടവണ്ണ ഒരു പള്ളിയായിട്ട് ആ സ്ഥലം എടുത്തിക്കുന്നത് എവിടെയാ സ്ഥലം? ഇടവണ്ണ നിങ്ങൾ എടുത്ത പള്ളിന്റെ സ്ഥലം എവിടെ? ഇടവണ്ണ നിങ്ങൾ കയറ്റിയ പള്ളി പറയേ. കാശ് വിരിച്ചിരങ്ങൾ പള്ളി എവിടെ? ഇടവണ്ണ നിങ്ങൾ കയറ്റുമെന്ന് പറഞ്ഞ പള്ളിന്റെ സ്ഥലം എവിടെ? പറസ്കാരാ, വെറുതെ കൂപ്പമാന്തിക്കരുത് ഞങ്ങളെ കൊണ്ട്. ഇടവണ്ണ പള്ളി കയറ്റിയ ഒരു പണ്ഡിതനുണ്ട് ഇന്ത്യ രാജ്യത്ത്. ഖമറുൽ ഉലമാ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. ആ പണ്ഡിതൻ എത്തിയോടത്തൊക്കെ നിങ്ങൾ എത്തണമെങ്കിൽ ഇനി ഒരു 100 നൂറ്റാണ്ട് കയ്യണം കൂട്ടരെ. മനസ്സിലായ നിങ്ങൾക്ക്? എവിടങ്ങൾ ഇടവണ്ണത്തെ പള്ളി? എവിടങ്ങൾ ഇടവണ്ണ വാങ്ങിയ സ്ഥലം കാട്ടിത്തേരി. അപ്പോ ഈ നിങ്ങൾ കയറ്റുന്നാണോ? എന്നാ ഞങ്ങളതും കയറും. സബൂറായി നിൽക്കി, കടക്കി നിൽക്കി. ഉദ്ഘാടനത്തിന് വിളിച്ചിട്ടുണ്ട്. വേറുള്ളതൊന്നും ഇപ്പൊ നിങ്ങൾ അറിയേണ്ട വിഷയമല്ല. നിങ്ങൾ അതിന് പിരിവും തരുന്നില്ല, നിങ്ങൾ അതിന് പണിയെടുക്കാനും വരുന്നില്ല. ബാക്കിയൊക്കെ ചെയ്യണോൽക്ക് ആ വിവരം കിട്ടുന്നുണ്ട് അല്ലേ? അപ്പോ വീതിയുള്ള പുറയിലാ നോക്കിക്കോളി. ഇനി എന്തിനാ AP ഉസ്താദിനെ കൊണ്ടോണത് ജയിലിൽ കയറിയങ്ങള്? AP ഉസ്താദ് ഒന്നാണ് സൈഡ് കിട്ടിയ പിന്നെ ബല പൂതി എന്താ അറിയോ? ആ മർക്കസൊക്കെ ഒന്നായിട്ട് ഇങ്ങോട്ട് കിട്ടും. അത് അമ്പലക്കടവിന്റെ പൂതിയാണ്, പറയട്ടെ. പിന്നെ കാന്തപുരത്തിന് കുറെ പള്ളിയില്ലേ, എത്തിങ്ങാനല്ലേ, മർക്കസില്ലേ, എന്താ ചെയ്യാം? ഒരു പ്രശ്നമല്ല ഉണ്ടാകട്ടെ, അതൊക്കെ നമുക്കുള്ളതാ. ഇതിപ്പോ പോകും ഫീസ് ഊരി ഒലിച്ചു പോകാനുള്ളതാ, അണഞ്ഞു പോകാനുള്ളതാ. ഈ മർക്കസുകളും ഈ അനാഥശാലകളും ഈ പള്ളികളും ഈ സ്ഥാപനങ്ങളും ഇൻഷാ അല്ലാഹ് ആദർശത്തിന്റെ സത്യത്തിന്റെ അടിത്തറയിൽ പടുത്തുയർത്തിയ സമസ്ത കേരള ജംഇയ്യത്തുൽ തണലിൽ വരും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നിങ്ങളെയൊക്കെ ബാലിപ്പ് എത്തരണ്ട് എന്നുള്ളതേ. അടുക്കളയിൽ ചെന്നിട്ടൊരു കരിക്കട്ടെടുത്ത് ചോരുമ വരച്ചു നോക്കി. എന്നാ ചങ്ങൈമാരെ കയറ്റിക്കോട്ടെ കാന്തപുരം ഉസ്താദ് 40 കോടിന്റെ പള്ളി അന്നാക്കോടാതെ മുണുങ്ങാലങ്ങൾക്ക് കയറ്റിക്കോട്ടെ. നിങ്ങൾക്ക് കിട്ടാനുള്ളതല്ലേ? ഇനി രസം തരങ്ങള് ഈ പ്രസംഗം എവിടെ വെച്ചാ നടക്കുന്നത് അറിയോ? ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ പാപ്പാന്റെ സ്വലാത്ത് നഗറിന്റെ അപ്പുറത്താ പാടല്ലേ, അവിടുന്നായി വലിയർത്താനോ. പിറ്റേന്ന് തന്നെ മഅദിനു സഖാഫത്തുൽ ഇസ്ലാമിന്റെ അടിയാധാരായി ആ സ്ഥലം മാറിയൂട്ടരേ. അങ്ങട്ടല്ല ഇങ്ങട്ടാ. ഇത് പ്രസംഗിച്ചു പോയി ആ സ്ഥലം പിന്നെ ഖലീൽ തങ്ങൾ പാപ്പാന്റെ ആധാരത്തിലേക്ക് അല്ലേ? ഇങ്ങളൊരു ഗതികേട് എന്താ ചെയ്യാന്ന്? എങ്ങനെയപ്പോലോട് നമ്മൾ മറുപടി പറയാ? അള്ളാഹുവേ, ഞങ്ങളെ ഈ ശല്യത്തിൽ നിന്ന് കാക്കണേ റഹ്മാനെ. ഞങ്ങൾ എടുക്കണ പണിയേറ്റ് പോകാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ പടച്ചോനെ. ഒരുപാട് ഖിദ്മത്ത് ഞങ്ങൾക്ക് ചെയ്യാൻ, അതിന് അവസരം